എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോയിഡ് നോർമൽ സ്പ്ലിറ്റ് ടേസ്റ്റിൻ്റെ ഒരു PCB ആണ് നോക്കാൻ പോകുന്നത്. ഇത് F6 എന്നുള്ള എററുമായിട്ടാണ് നമുക്കിവിടെ റിപ്പയറിങ്ങിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മോഡൽ F6 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ബോർഡിന് വരുന്ന F6 എറർ എന്ന് പറയുന്നത് ഇതിൻ്റെ മോട്ടോർ ഫീഡ്ബാക്ക് എറർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുന്ന മോട്ടർ എന്ന് പറയുന്നത് PG ടൈപ്പ് മോട്ടറാണ്. അതുകൊണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ടാവും PG എന്ന്, ഈ കണക്ടറിൻ്റെ ഈ സൈഡിന് എഴുതിയിട്ടുണ്ടാവും PG എന്ന്. അപ്പോൾ ഇതിനകത്ത് പിന്നെ FG, പിന്നെ TA, TC ഇങ്ങനെ പല മോട്ടറുകളുണ്ട്. പക്ഷേ ഇതിനകത്ത് വരുന്ന മോട്ടർ എന്ന് പറയുന്നത് PG മോട്ടറാണ്. അപ്പോൾ PG മോട്ടർ കണക്ഷൻ കൊടുത്തിട്ടും ഇതിനകത്ത് F6 എന്നുള്ള ആ ഒരു എറർ വരികയാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് റെഡിയാക്കാം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, മോട്ടറിൻ്റെ PG മോട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഡിസ്പ്ലേ സെൻസർ കാര്യങ്ങളെല്ലാം, ട്രാൻസ്ഫോമർ ഉൾപ്പെടെ എല്ലാം ഇതിനകത്ത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് പവർ പ്ലഗ് ചെയ്യാണ്. ഇപ്പോൾ ഇത് സ്റ്റാൻഡ് ബൈ മോഡിൽ കിടക്കുകയാണ്. നമുക്ക് ഈ ഓൺ ബോർഡിലുള്ള ഈ സ്വിച്ച് അടിച്ച് ഇതിൻ്റെ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യാം. ഇപ്പോൾ സ്റ്റാൻഡ് ബൈ റിലീസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ എറർ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഫാൻ മോട്ടർ എടുത്ത് സ്പിന്നിങ് ചെയ്ത് തുടങ്ങി. ആ ഒരു F6 എന്നുള്ള ഒരു എറർ, ഫാൻ മോട്ടറിൻ്റെ ഫീഡ്ബാക്കിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു എറർ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടിട്ടാണ് ഈ ഒരു എറർ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഫീഡ്ബാക്കിനെ കുറിച്ച് അറിയണം. ഈ FG ഫാൻ മോട്ടറിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. 12 വോൾട്ട് ഫീഡ്ബാക്കും ഉണ്ട്, 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഫീഡ്ബാക്കും ഉണ്ട്, 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഫീഡ്ബാക്കും ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിൽ നമുക്ക് 5 വോൾട്ടിലാണ് ഇതിൻ്റെ ഫീഡ്ബാക്ക് വരുന്നത്, ഈ ഒരു മോട്ടറിൻ്റെ ഫീഡ്ബാക്ക് ലൈൻ വരുന്നത്. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ ആദ്യം എടുത്ത് വോൾട്ടേജ് മോഡിലിടുക. എന്നിട്ട് ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവിലും എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് നോക്കുക. നമുക്കിവിടെ പോസിറ്റീവ് നെഗറ്റീവിലും 4.9 വോൾട്ട്, അതായത് 5 വോൾട്ട് വരുന്നുണ്ട്. ഫീഡ്ബാക്കിൽ നമുക്ക് 0.4 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫീഡ്ബാക്കിൻ്റെ വോൾട്ടേജ് അപ്പ് ആൻഡ് ഡൗൺ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മോട്ടർ നമുക്ക് വർക്ക് ചെയ്യണം. അതായത് നമ്മൾ ഇപ്പോൾ ഞാൻ ഗ്രൗണ്ടിലും ഫീഡ്ബാക്കിൽ നമ്മളെ മൾട്ടിമീറ്റർ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ മോട്ടർ ഒന്ന് തിരിക്കുകയാണ്. കണ്ടല്ലോ, ആ വോൾട്ടേജിൽ വേരിയേഷൻ വരുന്നുണ്ട്. ആ വേരിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിജിറ്റൽ കൺവേർട്ടിംഗ് ആയിട്ട് നോക്കണം. അപ്പോൾ അത് 0-ൽ നിന്ന് 5 വോൾട്ടിലോട്ടും 5-ൽ നിന്ന് 0-ലോട്ടുമാണ് ഇതിൻ്റെ ആ ഒരു വേരിയേഷൻ, ഫ്രീക്വൻസി വേരിയേഷൻ വരേണ്ടത്. ഇതിനെവിടെയെങ്കിലും വെച്ച് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയാൽ കഴിഞ്ഞാലും, അല്ലെങ്കിൽ വോൾട്ടേജ് കറക്റ്റായിട്ട് അവിടെ അപ്പ് ആൻഡ് ഡൗൺ ആയില്ലെന്നുണ്ടെങ്കിലും ഈ ഒരു F6 എന്നുള്ള ആ ഒരു എറർ വരും. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഇത് ഇപ്പോൾ നമ്മൾ ഓഫ് മോഡിലാണ് ചെക്ക് ചെയ്തത്. ഇനി നമുക്കിത് ഓൺ മോഡിൽ ചെക്ക് ചെയ്ത് നോക്കണം. അതായത് മോട്ടർ വർക്ക് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ഒന്നും കൂടെ മോട്ടർ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഫീഡ്ബാക്ക് വയറെന്ന് പറയുന്നത് റെഡ് എന്ന് പറയുന്നത് പോസിറ്റീവ്, ബ്ലാക്ക് നെഗറ്റീവ്, യെല്ലോ എന്ന് പറയുന്നത് സിഗ്നലുമാണ്. ഓക്കെ, ഇപ്പം നമുക്കിപ്പോൾ സിഗ്നലിൽ എത്ര വോൾട്ടേജ്, ഇതിപ്പോൾ ഫുള്ള് റണ്ണിങ് കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 1 വോൾട്ട് നടിപ്പിച്ച് വരുന്നുള്ളൂ. ഇവിടെ 1 വോൾട്ട് അല്ല വരേണ്ടത്, നമുക്ക് 5 വോൾട്ടിൽ അപ്പ് ആൻഡ് ഡൗൺ ആവുന്ന സിഗ്നലാണ് വരേണ്ടത്. അപ്പോൾ ഈ ഒരു 5 വോൾട്ടിൽ അപ്പ് ആൻഡ് ഡൗൺ ആവാത്ത ഒരു സിഗ്നൽ വരാത്തത് കൊണ്ടിട്ടാണ് നമുക്കിവിടെ ഈ ഒരു F6 എന്നുള്ള ആ ഒരു എറർ വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് DSO ഉപയോഗിക്കാം. നമ്മുടെ DSO വഴി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ,
DS ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ നമുക്ക് ഒന്നുകൂടെ പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ബ്ലാക്കിൽ നമ്മുടെ ഗ്രൗണ്ട് ചെയ്യാം. അതിനുശേഷം ഈ നമ്മുടെ ഫാൻ മോട്ടർ, ബ്ലോവർ മോട്ടർ വർക്ക് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ആ ഒരു വേരിയേഷൻ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സിഗ്നലിലാണ് പ്രോബ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ആ മോട്ടർ വർക്ക് ചെയ്യുമ്പോഴത്തേക്കുള്ള ആ സിഗ്നൽ നോക്കാം. ഓക്കെ, ഞാൻ ഓൺ ചെയ്തില്ലായിരുന്നു, നമ്മൾ ഇപ്പോഴാണ് ഇത് ഓണായത്. അതുണ്ടോ, ആ സിഗ്നൽ കറക്റ്റ് ഒരു 2 വോൾട്ട് പോലും ഇല്ലാത്ത ഒരു സിഗ്നലാണ് നമ്മുടെ പ്രോസസ്സറിനോട്ട് പോകുന്നത്. കാര്യം കറക്റ്റ് ഒരു 5 വോൾട്ടിൽ വരുന്ന സിഗ്നലായിരിക്കണം ഇവിടെ വരേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടിട്ടാണ് ഈ ഒരു ബോർഡിൽ ഇത്രയും വോൾട്ടേജ് ഡ്രോപ്പ് ആവാൻ? എന്തായാലും നമ്മുടെ മോട്ടർ കംപ്ലൈൻ്റ് അല്ല. മോട്ടർ നമ്മളിവിടെ സ്ഥിരം ഉപയോഗിക്കുന്ന മോട്ടർ ആയതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് മോട്ടറിനകത്ത് യാതൊരുവിധ ഫോൾട്ടും ഇല്ല. അപ്പം നമ്മുടെ ബോർഡിനകത്താണ് ഫോൾട്ട് വരേണ്ടത്. ഞാൻ പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബോർഡ് ഒന്ന് ഫ്ലിപ്പ് ചെയ്യാം. ഇവിടെ നമ്മുടെ ഈ സെൻറ്റർ പിന്നാണ്. ഈ സെൻറ്റർ പിന്നിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ കണക്റ്റഡ് ആയിട്ടുണ്ടെന്ന് നോക്കാം. ഈ ഒരു കണക്ഷൻ നേരെ ഇവിടെ വരും. ഇവിടെ ഈ ഒരു 2 റെസിസ്റ്റൻസ്, ഒരു ഡയോഡ്, പിന്നെ ഒരു കപ്പാസിറ്റർ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കണക്റ്റഡായി കിടക്കുന്നത്. റിവേഴ്സ് പൊളാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഡയോഡ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സെനർ ഡയോഡ്, ഇവിടെ ഈ കാണുന്ന ഒരു സെനർ ഡയോഡ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് പുള്ളപ്പിന് വേണ്ടിയിട്ട്, ഓക്കെ, ഇവിടെ ഒരു പുള്ളപ്പിന് വേണ്ടിയിട്ട് 5 വോൾട്ട് എന്ന പുള്ളപ്പിന് വേണ്ടിയിട്ട് ഒരു റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പുള്ളപ്പ് ഡിവിഷനിൽ കഴിഞ്ഞിട്ട് ഒരു റെസിസ്റ്റൻസ് ഇട്ടാണ് നമ്മുടെ ഈ മെയിൻ ICക്ക് സപ്ലൈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുള്ളപ്പ് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 കിലോ ഓംസിൻ്റെ റെസിസ്റ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 4.7 കിലോ ഓംസിൻ്റെ റെസിസ്റ്റൻസ് ഇട്ടാണ് നമ്മുടെ മെയിൻ ICക്ക് ഇതിൻ്റെ സിഗ്നലിൽ പോകുന്ന റെസിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഇവിടെ ഈ ഒരു കപ്പാസിറ്ററാണ്. അപ്പോൾ ഇവിടെ ഗ്രൗണ്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു കപ്പാസിറ്ററിന് മാത്രമേ അങ്ങനെ കഴിയത്തുള്ളൂ. അന്ന് ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ ഡ്രോപ്പ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കപ്പാസിറ്റർ ആദ്യം ഒന്ന് ഇളക്കിയിട്ടിട്ട് നമുക്കിവിടെ ഈ 5 വോൾട്ട് പുള്ളപ്പ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാം. കാര്യം ഈ ഒരു കപ്പാസിറ്റർ അല്ലാണ്ട് വേറെ ഒന്നും തന്നെ ഇതിൽ നെഗറ്റീവ് ആയിട്ട് കണക്റ്റഡ് അല്ല ഈ ഒരു സർക്യൂട്ടിൽ. ഓക്കെ, ഒരു കപ്പാസിറ്റർ, ഒരു ഡിസ്ക് കപ്പാസിറ്ററാണിത്, 472. ഓക്കെ, നമുക്ക് ഈ ഒരു കപ്പാസിറ്ററിൻ്റെ വാല്യൂ നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം എത്രയുണ്ടെന്ന്. കറക്റ്റായിട്ടുള്ള റീഡിങ് വാല്യൂ ഈ കപ്പാസിറ്ററിൽ കാണിക്കുന്നില്ല. ഓക്കെ, ഈ കപ്പാസിറ്റർ ഒന്ന് ഓപ്പൺ, പിന്നെ കറക്റ്റായിട്ട് റീഡിങ് ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഈ കപ്പാസിറ്റർ പോയി.
ഓക്കെ, നമുക്ക് ആ കപ്പാസിറ്റർ ഇല്ലാതെ തന്നെ ഇതൊന്ന് ഓൺ ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ആ വേവ് ഫോമിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ശേഷം നമുക്ക് വേറൊരു കപ്പാസിറ്റർ ഇവിടെ കൊടുക്കാം. ഇനി ഒന്നുകൂടെ പവർ ഓൺ ചെയ്യണേ. DSOയുടെ പ്രോബ് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പവർ ഓൺ ചെയ്യണം. ഓക്കെ, ഓണായപ്പോൾ തന്നെ മോട്ടർ എടുത്തു. നമുക്കിനി സെൻറ്റർ പിന്നിൽ എത്ര ആ ഒരു വോൾട്ടേജ്, ഇപ്പോൾ ആ ഒരു വേവ് ഫോം നമുക്ക് കറക്റ്റായിട്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ കപ്പാസിറ്റർ നമ്മുടെ ഈ ഒരു വോൾട്ടേജിനെ ഡ്രോപ്പ് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് നമുക്കിതിനകത്ത് F6 എന്നുള്ള ആ ഒരു എറർ വന്നത്. ഇപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു വേവ് ഫോം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കാര്യം 5 വോൾട്ടിലുള്ള ആ ഒരു വേവ് ഫോം ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ ആ ഒരു വോൾട്ടേജും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്ററിൽ വോൾട്ടേജ് മോഡിലിട്ടുക. അതിനുശേഷം ഇവിടെ 2.6 അതിൻ്റെ ഹാഫ് വോൾട്ട്. കാര്യം കറക്റ്റ് 5 വോൾട്ടിലുള്ള ആ ഒരു സ്വിച്ചിങ് നമുക്ക് DSOയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ റീഡിങ് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ 2.6 കറക്റ്റായിട്ട് വരുന്നുണ്ട്. നേരത്തെ നമുക്കൊരു 1 വോൾട്ട് കറക്റ്റായിട്ട് കയറി വരുന്നില്ലായിരുന്നു. ഓക്കെ, ഇപ്പോൾ ആ ഒരു എറർ വരാനുള്ള സമയം കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ആ എറർ വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഈ ഒരു ചെറിയ ഡിസ്ക് കപ്പാസിറ്റർ 472 എന്നുള്ള ഈ ചെറിയ ഡിസ്ക് കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ആയതാണ് നമുക്ക് ഈ ഒരു ബോർഡിൽ വന്നിരിക്കുന്ന പ്രശ്നം. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോർഡ് പഴയപടി വർക്കിംഗ് കണ്ടീഷനിലോട്ട് ആകും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കംപ്ലൈൻറ്റ് എങ്ങനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.